ഞാൻ തോമസ് എം വി, തൃശ്ശൂർ രൂപതയിലെ ആമ്പല്ലൂർ ഭാഗത്തു നിന്ന് വരുന്നു. 2023 നവംബർ 25 ഞാൻ ഇവിടെ ഒരു അത്ഭുത സാക്ഷ്യം പറഞ്ഞിരുന്നു. ഞാനൊരു സ്കൂൾ ഹെഡ് മാസ്റ്ററായി ഒരു ഹെഡ് മാസ്റ്ററുടെ അത്ഭുത സാക്ഷ്യം എന്ന് പറഞ്ഞിട്ടാണ് അത് പേരിട്ടിരുന്നത്. എൻ്റെ ലുക്കീമിയയിൽ നിന്നും എൻ്റെ തമ്പുരാൻ എന്നെ കൈപ്പിടിച്ചുയർത്തിയ അനുഭവമായിരുന്നു അത്. 2025 മെയ് മാസത്തിൽ ഞാനും ചേട്ടനും സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോൾ, ഞാനായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. 60 കിലോമീറ്ററിൽ കൂടുതൽ സ്പീഡുണ്ടായിരുന്നു. എന്നെ മറികടന്ന് ഒരാൾ പെട്ടെന്ന് ക്രോസ് ചെയ്യുകയും ഞാൻ ബ്രേക്ക് ചെയ്യുകയും ചെയ്തു. അപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരും സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വീണു. എന്നെ എൻ്റെ മാതാവ് കൈവെള്ളയിൽ പൊതിഞ്ഞിരിക്കുന്നത് പോലെ എനിക്കോ ചേട്ടനോ ഒരു കേടും വരാതെ ആണ് ഞങ്ങൾ തെറിച്ചു വീണത്. ആളുകളെല്ലാം ഓടിക്കൂടി. ഞങ്ങൾ വണ്ടിയെടുത്ത്, ഒരു കുഴപ്പം വന്നില്ല, ഞങ്ങൾ വണ്ടിയെടുത്ത് ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തുകയും ചെയ്തു. അടുത്തതായി എൻ്റെ മകളുടെ ഒരു അത്ഭുത സാക്ഷ്യത്തിനായി ഞാൻ മകൾക്ക് കൈമാറുന്നു. എൻ്റെ പേര് ആശ തോമസ്. ഞാൻ ചൈനയിലാണ് പഠിക്കുന്നത്. MBBS ആണ് പഠിച്ചിരുന്നത്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് 2024 ഫെബ്രുവരി 16 ഞങ്ങൾക്ക് HSK എന്ന് പറയുന്ന എക്സാം ഉണ്ട്. ആ എക്സാം പാസ്സായാലാണ് അവിടെ ഇൻറ്റേൺഷിപ്പിന് കയറാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് ഞാൻ ആദ്യം ഒരു പ്രാവശ്യം എഴുതി, പക്ഷെ അതെനിക്ക് കിട്ടിയില്ല. 10 മാർക്കിന് ഫെയിലായി. അപ്പോൾ ഞാൻ വെക്കേഷന് ഇവിടെ നാട്ടിൽ വന്നപ്പോൾ ഡാഡിയുടെ ഉടമ്പടിയിൽ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടാൻ വേണ്ടി വന്നു. അങ്ങനെ എനിക്ക് ബ്ലെസ്സിങ് കിട്ടി. മാർച്ച് 16 ഞാൻ ചൈനയ്ക്ക് പോയി അവിടെ എക്സാം എഴുതി പാസ്സായി. അങ്ങനെ എനിക്ക് മാതാവിൽ കുറച്ച് വിശ്വാസം വന്നു. അപ്പോൾ ഡാഡി പറയാറുണ്ട്, ഇനി നീ ഉടമ്പടി എടുക്കണം. അപ്പോൾ പക്ഷേ ഞാൻ ഇതിൽ കുറേ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ എനിക്ക് ഇതൊക്കെ പാലിക്കാൻ പറ്റുമോ എന്നൊരു ഡൗട്ടൊക്കെ. അപ്പോൾ ഞാൻ ഇല്ല, ഞാൻ എടുക്കണില്ല, ഡാഡി എടുത്തിട്ടുണ്ടല്ലോ, അങ്ങനെയായിരുന്നു. അങ്ങനെ ഞാൻ ഇൻറ്റേൺഷിപ്പിന് കയറി. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ ഇവിടുത്തെ ലൈസൻസിന് വേണ്ടി FMG എന്ന എക്സാം പാസ്സാവണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ഇപ്പോൾ തന്നെ കേട്ട സാക്ഷ്യം പോലെ നല്ല പാടുള്ള എക്സാമാണ്. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും രാത്രികളിലിരുന്ന് കുറേ ഉറച്ചിരുന്ന് പഠിച്ചു. പ്രാർത്ഥന സൺഡേ മാത്രമാണ് ഞങ്ങൾ ചൈനയിൽ അവിടെ കുർബാനയുള്ളൂ. സൺഡേകളിലെല്ലാ കുർബാനയ്ക്കും പോവാറുണ്ട്. പിന്നെ വേറൊന്നും അങ്ങനെ ഇല്ല, പ്രാർത്ഥിക്കാറില്ല. പക്ഷേ എനിക്ക് കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു, ഡാഡിയുടെ ഉടമ്പടിയിൽ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടിക്കഴിഞ്ഞാൽ എക്സാം പാസ്സാവുമെന്ന്. അങ്ങനെ ഞാൻ ജൂലൈ 23 ഞാൻ വന്നു. അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടാൻ വേണ്ടി വന്നു. പക്ഷേ അന്ന് പറഞ്ഞു 18 വയസ്സിന് മേലെയുള്ളവർ ഉടമ്പടി എടുത്താൽ മാത്രമേ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ ഈശ്വര പെട്ടല്ലോ, ഇനി ഞാൻ ഇതൊക്കെ ചെയ്യണമല്ലോ. പെട്ടെന്നായിരുന്നു. അന്ന് തന്നെ ഉടമ്പടി ക്ലാസ് എടുത്ത് അന്ന് തന്നെ ഞാൻ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ പാസ്സായിരിക്കും, എന്തായാലും ഉടമ്പടി എടുത്തല്ലോ, അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു. പക്ഷേ 26 എക്സാം നല്ല ടഫായിരുന്നു. എനിക്കൊരു ക്വസ്റ്റ്യനും കിട്ടണില്ല, കിളി പോയ അവസ്ഥയായിരുന്നു. ഞാൻ ഈശ്വര ഇതെന്തത്, എല്ലാ ക്വസ്റ്റ്യനും കുറേ പഠിച്ചിട്ട് വന്ന ഞാൻ ഒന്നും കിട്ടാത്ത അവസ്ഥ. എന്നാലും ഞാൻ വിചാരിച്ചു ജയിക്കുമായിരിക്കും, മാതാവിൻ്റെ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്നുണ്ടല്ലോ, ജയിക്കുമായിരിക്കും, അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷേ കുറച്ച് ദിവസം ലേറ്റായി. ഓഗസ്റ്റ് 13 റിസൾട്ട് വന്നു. പക്ഷെ ഞാൻ പാസ്സായില്ല, 20 മാർക്കിന് പോയി. ഞാൻ ആകെ സെഡായി. എന്താ പറയുക, കുറച്ച് പേര് പാസ്സായി, കുറേ പേര് പാസ്സായില്ല. ഞങ്ങൾ പാസ്സാവാത്തൊരു സങ്കടത്തിലായി. അങ്ങനെ ഞാൻ ഈശ്വര ഞാനിനി എന്ത് ചെയ്യും, എനിക്ക് ഭയങ്കര വിഷമമായി. ഇനി വീണ്ടും അതൊക്കെ പഠിക്കണമല്ലോ. 19 സബ്ജക്റ്റ് ഉണ്ട്. ആ 19 സബ്ജക്റ്റും ഒരു സബ്ജക്റ്റ് പഠിച്ച് തീരുമ്പോൾ അടുത്ത സബ്ജക്റ്റ് മാർക്കും. അതാണ് ഇതിൻ്റെ അവസ്ഥ. അങ്ങനെ 19 സബ്ജക്റ്റും പഠിച്ചു വരുമ്പോൾ ഫസ്റ്റ് പഠിച്ചത് മറക്കും. അങ്ങനെ എനിക്ക് ഭയങ്കര അവസ്ഥയായിരുന്നു. ഇത് റീസ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് പറ്റണില്ലല്ലോ, ഞാൻ വെറുതെ വീഡിയോ കോഴ്സ് കണ്ടിരിക്കുക. ഞാൻ തന്നെയാണ് പഠിച്ചിരുന്നത്, ഒരു ഫാക്കൽറ്റിയിലും പോയിട്ടില്ല. യൂട്യൂബിൽ വീഡിയോസും പിന്നെ ക്വസ്റ്റ്യൻ ബാങ്ക് ചെയ്തു. അപ്പോൾ ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചു, മാതാവേ എന്നെ സഹായിക്കണം, എനിക്ക് പഠിക്കാൻ പറ്റണില്ല. അങ്ങനെ ഞാൻ
ഒക്ടോബർ 21 പുതുക്കാൻ വന്നു ഉടമ്പടി. അങ്ങനെ ഉടമ്പടി പുതുക്കി. ഈ ഉടമ്പടി ഞാൻ നന്നായിട്ട് ചെയ്യുന്ന മാതാവിന് പ്രതിജ്ഞ എടുത്തു. അങ്ങനെ ബൈബിൾ വായന അരമണിക്കൂർ നിർബന്ധമായിട്ട് ഞാൻ ചെയ്തു. പേഴ്സണൽ പ്രെയർ 20 മിനിറ്റ് ഞാൻ നന്നായിട്ട് ചെയ്തു. ഇതൊന്നും ഞാൻ ആദ്യം ചെയ്യാറുണ്ടായിരുന്നില്ല. ഒക്ടോബർ 25 ജപമാല റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. ജപമാല റാലി ഡാഡി 2 പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ വന്നത്. പക്ഷേ എനിക്ക് ബീച്ചിൻ്റെ അവിടെ എത്തിയപ്പോൾ ഒടുക്കത്തെ ചൂടായിരുന്നു. എനിക്ക് നടക്കാൻ പറ്റുമെന്നൊരു പിടിയുണ്ടായിരുന്നില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അർത്തുങ്കൽ പള്ളിയിലേക്കുള്ള വഴി കാണുമ്പോൾ ഞാൻ ഞാൻ അടുത്ത വഴി കയറോ അങ്ങനെയായിരുന്നു. അങ്ങനെ ഞാൻ ഡാഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊന്ത ചൊല്ലി നടന്നാൽ മതി, അപ്പോൾ നമുക്ക് നടക്കാൻ പറ്റും. ഇങ്ങനെ ഞാൻ കൊന്ത ചൊല്ലി നടന്നു. കൊന്ത ചൊല്ലി നടക്കുമ്പോൾ എന്താണെന്നറിയാം, ഒരു പവർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡാഡിയോട് പറഞ്ഞു, ഡാഡി പൊക്കോ, ഞാൻ അർത്തുങ്കൽ പള്ളി കണ്ടോളാം. കാരണം ഡാഡി ഒറ്റ പോക്ക് പോയി, എനിക്ക് പറ്റണില്ല. അങ്ങനെ ഞാൻ മാധവനോട് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഭയങ്കര വെയിലായിരുന്നു. അങ്ങനെ ദൈവം സഹായിച്ച് ഞാൻ അവിടെ എത്തി, അർത്തുങ്കൽ പള്ളിയിലെത്തി. അങ്ങനെ ഞാൻ മാധവൻ നന്ദി പറഞ്ഞു, മാധവേ നന്ദി, എന്നെ നാണം കെടുത്തിയില്ലല്ലോ. ഡാഡി ലുക്കിമിയായിട്ട് 2 പ്രാവശ്യം നടന്നു. എനിക്കൊരു കുഴപ്പമില്ലാണ്ട് നടക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ ഇതായിരുന്നു. പക്ഷേ എന്നെ മാധവ നടത്തി അവിടെ എത്തിച്ചു. അപ്പം ഞാൻ ഉറച്ച് വിശ്വസിച്ചു ഈ പ്രാവശ്യം എന്തായാലും പാസ്സാവും. അങ്ങനെ നവംബറിൽ ഞാൻ മര്യാദയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ നവംബർ 1 തൊട്ട് ഞാൻ എക്സാമിന് വീണ്ടും തയ്യാറെടുത്തു. അത്രയും നാൾ ഞാൻ പഠിച്ചിട്ടില്ല. നവംബർ 1 തൊട്ട് തുടങ്ങി. നവംബർ 19 ഞാൻ എക്സാമിന് അപ്ലൈ ചെയ്തു. എക്സാമിന് അപ്ലൈ ചെയ്ത് മാതാവിനോട് പ്രാർത്ഥിച്ചു. ഉപ്പും തൈലവും ഞാൻ എന്നും ബുക്കുമ പറ്റിയിട്ടാണ് പ്രാർത്ഥിക്കാറ്. അപ്പോൾ ഇവിടുത്തെ കൗൺസിലറിനോട് ഒരു വചനം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫിലിപ്പി 4:13, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു ഗീവ്സ് മീ സ്ട്രെങ്ത്. അങ്ങനെ ഞാൻ ആ വചനം എപ്പോഴും പ്രാർത്ഥിച്ചാണ് ഞാൻ പഠിക്കാറുള്ളത്. അങ്ങനെ ഞാൻ ഇപ്പോൾ പഠിക്കലായിരുന്നില്ല, റിവിഷനായിരുന്നു. ഞാൻ വിചാരിച്ചു ഇനി ഫുള്ള് റിവൈസ് ചെയ്യാം, അങ്ങനത്തെ ഇതായിരുന്നു. അങ്ങനെ ജാനുവരി 17 എക്സാം. ജാനുവരി 13 ഞാൻ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടാനും വന്നിരുന്നു ഇവിടെ. അങ്ങനെ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി. അപ്പോൾ അന്ന് ഓഫീസിൽ അവിടെ ഉണ്ടായിരുന്ന സാറ് പറഞ്ഞിരുന്നു, ആശ സാക്ഷ്യം പറഞ്ഞോട്ടാ. അപ്പോൾ ഞാൻ ചിരിച്ചു, ഓക്കെ സാക്ഷ്യം പറയാം. അപ്പോൾ ഒരു പ്രത്യേക ഒരു ഉണർവായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം പാസ്സാവും, അങ്ങനെ ഒരു ധൈര്യം എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ എക്സാമിന് ഇങ്ങനെ തലേദിവസവും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ ആൻറ്റിമാർ പറഞ്ഞു, വളരെ നന്നായിട്ട് പ്രാർത്ഥിച്ച് പൊക്കോ, ഇനി നീ പാസ്സാവും. ഉടമ്പടി തൈലം നന്നായിട്ട് കുരിശുമ നെറ്റിമ കുരിശും പറ്റി വെച്ചോ. അത് കഴിഞ്ഞിട്ട് ഉപ്പ് വെതറി പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെ സാക്ഷ്യങ്ങൾ ഞാൻ കുറേ കേട്ടിരുന്നു. ജനുവരി 17 ഞാനും ഡാഡി അമ്മയും എൻ്റെ അനിയനും ഒരുമിച്ചാണ് എക്സാം സെൻറ്ററിലേക്ക് പോയത്. ആലുവയിലായിരുന്നു എക്സാം. അങ്ങനെ ഞാൻ അവിടുത്തെ എക്സാം സെൻറ്ററിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉപ്പ് വെതറി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. എക്സാം സെൻറ്ററിലേക്ക് കയറുമ്പോൾ കാശ് രൂപ ഞാൻ കൊണ്ടുപോയില്ല, ഞാൻ ബാഗിലാണ് വെച്ചത്. ഡാഡി പറഞ്ഞു, എൻ്റെ കയ്യിൽ കാശ് രൂപ ഉണ്ട് മോളെ, ഞാൻ പ്രാർത്ഥിച്ചോളാം. അങ്ങനെ പറഞ്ഞ് ഇവരെല്ലാവരും പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ തൈലം നന്നായിട്ട് നെറ്റിയിൽ പുരട്ടിയിട്ടുണ്ടായിരുന്നു. ഉപ്പ് എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ പോയി. എനിക്ക് ഫസ്റ്റത്തെ മൊഡ്യൂള് 150 ക്വസ്റ്റ്യൻസിൻ്റെ മൊഡ്യൂള് എനിക്ക് വലിയ കുഴപ്പമുണ്ടായില്ല. കാരണം കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ട പോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഞാൻ മാധവനോട് പറഞ്ഞു, മാധവ് ഇത് എനിക്ക് കുറേ കണ്ട പോലെ, പക്ഷേ ഭയങ്കര ടഫായിരുന്നു. കുറേ വായിക്കാണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റത്തെ സെൻറ്റൻസ് മാത്രം നോക്കി ഉത്തരം കുത്തി അങ്ങനെയായിരുന്നു ചെയ്തത്. അപ്പോൾ ഫസ്റ്റത്തെ മൊഡ്യൂൾ കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു കുഴപ്പമുണ്ടായിരുന്നില്ല, അങ്ങനെയായിരുന്നു. അങ്ങനെ ഞാൻ ബാക്കിയുള്ളവരൊക്കെ പഠിപ്പായിരുന്നു, പക്ഷെ ഞാൻ പഠിച്ചില്ല. സെക്കൻഡ് മൊഡ്യൂൾ ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു. ഞാൻ പഠിച്ചില്ല. ഞാൻ മാധവനോട് പ്രാർത്ഥിച്ചു, വിശ്വാസപ്രമാണം ചൊല്ലി, അങ്ങനെയായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ മൊഡ്യൂളിൻ്റെ കയറിയപ്പോൾ എനിക്ക് ഭയങ്കര തലവേദന. എനിക്കൊന്നും നോക്കാൻ പറ്റുന്നില്ല, എനിക്ക് സ്ക്രീനിലേക്ക് നോക്കാൻ പറ്റില്ല. ഞാൻ എങ്ങനെയൊക്കെയോ എനിക്ക് തന്നെ അറിയില്ല. എനിക്ക് മാതാവിന് എനിക്ക് അടുത്ത പ്രാവശ്യം കൂടി വരാൻ സാധിക്കില്ല, എനിക്ക് ഇപ്രാവശ്യം തന്നെ തരണേ, അങ്ങനെയായിരുന്നു ഞാൻ. എനിക്ക് പറ്റണില്ല, എനിക്ക് കമ്പ്യൂട്ടറിൽ നോക്കാൻ പറ്റണില്ല, തലവേദന എടുത്ത് പൊള്ളിയായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് കുത്തുമായിരുന്നു. അങ്ങനെ എല്ലാം കുത്തി. പക്ഷെ ഞാൻ സന്തോഷത്തോടു കൂടിയാണ് എക്സാം സെൻറ്ററിൽ നിന്ന് ഇറങ്ങി വന്നത്. അപ്പോൾ ഡാഡി അമ്മയും പുറത്ത് നിൽക്കണ്ടായിരുന്നു. അപ്പോൾ ഡാഡി അമ്മയും, മോളെ നിനക്ക് നല്ല സന്തോഷമാണല്ലോ, നിനക്ക് എളുപ്പമായിരുന്നു ചോദിച്ചു. അപ്പോൾ ഞാൻ കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എനിക്കറിയില്ല, ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ മാതാവ് എന്നെ പാസ്സാക്കുന്നുള്ളൊരു മൈൻഡായിരുന്നു എനിക്ക്.
അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി യൂട്യൂബിലൊക്കെ തുറന്നോക്കിയപ്പോൾ അവർ ഭയങ്കര ടഫ് എന്ന് പറഞ്ഞു. ടഫ് തന്നെയാണ്, കുറേ സെൻറ്റൻസ് വായിച്ചിട്ട് വേണം എഴുതാൻ, 1 മിനിറ്റിൽ 1 ക്വസ്റ്റ്യൻ വായിക്കണം. പക്ഷേ അത്ര സമയമില്ല, അതാണ് പ്രശ്നം. അങ്ങനെ ഞാൻ റീകോളൊന്നും കണ്ടില്ല, കാരണം ഇനി ആൻസർ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ തല കറങ്ങി വീഴും. ഇനിയിപ്പോൾ ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ അങ്ങനെ റീകോളൊന്നും കണ്ടില്ല. ഞാൻ ഫോണിൽ യൂട്യൂബ് തന്നെ തുറന്നു നോക്കിയില്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ജനുവരി 27 വരെ 10 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വരായിരിക്കും ശരിക്കും പ്രാർത്ഥിച്ചു. പക്ഷേ ജനുവരി 27 ഒന്നും വന്നില്ല. അങ്ങനെ 29 രാത്രി ഒരു 7 മണി കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു. ഞാൻ മാത്രം മുറിയിലായിരുന്നു. ഞാൻ എൻ്റെ ഡാഡിയോട് അമ്മോട് അനിയനോട് ഒന്നും പറഞ്ഞില്ല, കാരണം ഇവരൊക്കെ വീട്ടിലുണ്ട്. ഈശ്വര, എനിക്കിനി ഇതായി ടെൻഷനായി. ഞാൻ മാധവനോട് പ്രാർത്ഥിച്ചു, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഞാൻ നോക്കി, ഞാൻ പാസ്സായി. ഞാൻ പറഞ്ഞു, ഡാഡി ഞാൻ പാസ്സായി. എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ മാതാവ് എനിക്ക് വലിയൊരു അനുഗ്രഹം തന്നു. അമ്മ മാതാവിന് ഒരുപാട് നന്ദി. ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ഞങ്ങൾ പത്രം ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും പിന്നെ മെഡിക്കൽ കോളേജുകളിലും പോയി പ്രാർത്ഥിച്ചിട്ട് കൊടുക്കാറുണ്ട്. ഞാനും ഡാഡി ഒരുമിച്ചാണ് പോകാറുള്ളത്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് അഗതി മന്ദിരങ്ങളിലും പിന്നെ പാവപ്പെട്ടവർക്ക്, ഞങ്ങൾ മുമ്പിൽ കാണുന്ന പാവപ്പെട്ടവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ, ധനസഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. 1 ദിനവൃത്താന്തം 4:10. എൻ്റെ ഹൃദയത്തിൽ എഴുതിയ വചനം: ദൈവമേ, എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ, എപ്പോഴും എന്നോട് കൂടെ ആയിരിക്കുകയും എല്ലാ വിപത്തുകളിൽ നിന്നും എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. ഹോസേയ പ്രവാചകൻ്റെ പുസ്തകം 14 അധ്യായം 8-9 തിരുവചനങ്ങൾ. നിനക്ക് ഉത്തരമരുളുന്നതും നിന്നെ സംരക്ഷിക്കുന്നതും ഞാനാണ്. നിത്യഹരിതമായ സരള മരം പോലെയാണ് ഞാൻ. നിനക്ക് ഫലം തരുന്നത് ഞാനാണ്. ജ്ഞാനമുള്ളവൻ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ, വിവേകമുള്ളവൻ ഇക്കാര്യങ്ങൾ അറിയട്ടെ. കർത്താവിൻ്റെ വഴികൾ ഋജുവാണ്. തോമസ് എന്ന മകനും തൻ്റെ മകൾ ആശയുമാണ് ഇവിടെ നമ്മോട് പ്രത്യക്ഷീകരണ സാക്ഷ്യം പങ്കുവച്ചത്. ഇവരുടെ കുടുംബത്തിലും ജീവിതത്തിലും ഉണ്ടായ വലിയ അത്ഭുതങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തെയും ഈശോ ഇവർക്കായി ചെയ്ത വലിയ അത്ഭുതങ്ങളെക്കുറിച്ചാണ് ഇവരോട് ഏറ്റുപറയുന്നത്. ആശ പറയുന്നത് പോലെ, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ഇൻ ഹിം ഹൂ സ്ട്രെങ്തൻസ് മീ എന്ന വചനം മകളെ വളരെയധികം ശക്തിപ്പെടുത്തിക്കൊണ്ട് തൻ്റെ FMG പരീക്ഷ പാസ്സാകുവാനായിട്ട് സാധിച്ചു എന്ന് ഈ മകളിവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈശോ നമ്മോട് ചോദിക്കുന്നത്, നിനക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടോ എന്നാണ്. ആശയ്ക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ള വലിയ ഒരു ബുദ്ധിമുട്ട്, കാരണം എനിക്കിതെല്ലാം പാലിക്കാൻ സാധിക്കുമോ, ഈശോയോടുള്ള വിശ്വസ്തത നിലനിർത്താൻ എനിക്ക് സാധിക്കുമോ എന്നുള്ളൊരു വലിയ ആശങ്കയോടുകൂടി പക്ഷേ തൻ്റെ എക്സാം പാസ്സാവുകയും വേണം. ജോസഫ് അച്ഛൻ വളരെ സങ്കടത്തോടുകൂടി നമ്മയോട് പറയുന്ന, ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ കാര്യസാധ്യതകൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ ഉടമ്പടി എടുക്കരുത് എന്ന് അച്ഛൻ എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്തമാണ്, നാം ഒരു പ്രേക്ഷിതരായി തീരുകയാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള വിളികൾ വ്യത്യസ്തമാണ്. പ്രവാചകൻ പ്രവചിക്കട്ടെ, ഗുരു പഠിപ്പിക്കട്ടെ, വൈദ്യൻ ശുശ്രൂഷ ചെയ്യട്ടെ, ഹീൽ ചെയ്യട്ടെ എന്നെല്ലാമുള്ള വലിയ ഉത്തരവാദിത്തങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നമുക്ക് ലഭിക്കുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. അവരുടേതായ അയക്കപ്പെട്ടവൻ എന്നാണ് നമ്മെക്കുറിച്ച് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ, പ്രേക്ഷിതൻ എന്ന് വെച്ചാൽ അയക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം. ഉടമ്പടി എടുക്കുന്നവരെല്ലാം തന്നെ ഉത്തരവാദിത്വത്തോടെ അയക്കപ്പെട്ടവരാണ് എന്ന ഈ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഒരു ഡോക്ടറിൻ്റെയും ഒരു ടീച്ചറിൻ്റെയും ഒരു പ്രധാനാധ്യാപകൻ്റെയും ഉള്ള ഉത്തരവാദിത്തം വളരെ വലുതാണ്. ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് തന്നെയാണ്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരാണ് ഉടമ്പടി എടുക്കേണ്ടതെന്ന് അച്ഛൻ എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എഡ്യൂക്കേഷനും ലിറ്ററസിയും രണ്ടാണെന്ന് നമുക്കറിയാം. ലിറ്ററേറ്റ് ആയിട്ടുള്ളവർ വളരെ എഴുത്തും വായനയുള്ളവരാണ്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർ വളരെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവരും ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമെല്ലാമാണെന്ന് നമുക്കറിയാം. ഇവരുടെ ജീവിതത്തിൽ വലിയ ദൈവാനുഭവങ്ങൾ ദൈവം നൽകിയിരിക്കുകയാണ്. ഒരു MBBS അല്ലെങ്കിൽ ഒരു FMG എക്സാം പാസ്സാവുന്നതിലല്ല, ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുന്നതിലാണ് നമുക്ക് വലിയ
അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നത്. എത്രമാത്രം ദൈവം നമ്മെ സ്നേഹിക്കുന്നുവോ അതിനാനുപാതികമായി ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ, ആ കാരുണ്യപ്രവൃത്തികൾ ഈശോയെ സ്നേഹിക്കുവാനും, ഈശോയ്ക്ക് വിശന്നപ്പോൾ ഭക്ഷണം കൊടുക്കുവാനും, ഈശോ നഗ്നനായപ്പോൾ ഉടുപ്പിക്കുവാനും, ഈശോ പരദേശവാസിയായിരുന്നപ്പോൾ അവിടുത്തെ ചെന്ന് കാണുവാനുമൊക്കെയുള്ള വലിയ ഹൃദയ വിശാലത നമുക്ക് ലഭിക്കുന്നത് ഈ ഉടമ്പടിയിലൂടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്കെപ്പോഴും വചനത്തിനനുസരിച്ച് ജീവിക്കാം. വചനത്തിൽ അടിയുറച്ച ഒരു ജീവിതത്തിൽ നമുക്കെപ്പോഴും ഐക്യപ്പെട്ടവരായി നമ്മുടെ എല്ലാ കാര്യങ്ങളും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ ആശ പറയുന്നത് പോലെ എല്ലാം എനിക്കൊരു യോഗ്യതയുമില്ലായിരുന്നു. പല പ്രാവശ്യം ഞാൻ പരാജയപ്പെട്ടിട്ടും ദൈവം എന്നെ ഉയർത്തിയ ഒരു വലിയ സാക്ഷ്യത്തെക്കുറിച്ച് ആശ പറയുന്നുണ്ട്. അതുപോലെ തന്നെ തോമസ് എന്ന ഈ ഹെഡ് മാസ്റ്ററിൻ്റെ വലിയൊരു സാക്ഷ്യമാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകളും മാറ്റിവെച്ച് ദൈവമാണ് എൻ്റെ പ്രയോറിറ്റി എന്ന് ഏറ്റുപറയുന്ന ഒരു സാക്ഷ്യമാണിത്. നമുക്കെപ്പോഴും ഈശോയെ സ്നേഹിക്കാം. പരിശുദ്ധ അമ്മയുടെ ഗൈഡൻസ് നമുക്ക് പരിശുദ്ധ അമ്മയുടെ കൂടെ സഞ്ചരിക്കാം. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.